ജയശങ്കർ സർ, ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ജനന സമയം അറിയില്ല എന്നുള്ളത്. ഈ ജനന സമയം അറിയില്ലെങ്കിൽ അവരുടെ ജാതകം കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കില്ലല്ലോ. അതിന് വേറെന്തെങ്കിലും ഒരു പോം വഴിയുണ്ടോ? ഈ ജനന സമയം എന്നുള്ളത് നമ്മൾ ഏതാ നിശ്ചയിക്കുക എന്നുള്ള വിഷയം ആദ്യം വരും. ചില ആളുകൾ പറയുന്നുണ്ട് പ്രസവിച്ച് ഭൂമിയിൽ വീഴുന്നതാണ്, ഭൂമിയിൽ സ്പർശിക്കുന്നതാണ് ജനന സമയം എന്ന്. ചിലർ പറയും കുട്ടി കരയുന്നതാണ് പ്രശ്നം, സമയമായിട്ട് എടുക്കുക. അതുപോലെ ചിലർ പറയും കുട്ടിയുടെ ശിരസ് ആദ്യം കാണുന്നതാണ് ജന്മസമയം. ഇന്നത്തെ കാലത്ത് ഓപ്പറേഷൻ ആയിരിക്കും പലപ്പോഴും. അപ്പൊ കുട്ടിയെ കാണുന്നത് കുട്ടി വയറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് തന്നെയാണ്. ഇതിൽ ഏത് വെച്ചാണ് നമ്മൾ ജനസമയം കണക്കാക്കുക? ആ വിഷയം ആദ്യം വരുന്നുണ്ട്. അതിന് പണ്ട് ചെയ്തിരുന്ന സമ്പ്രദായം എന്ന് പറയുന്നത് ആദാന ലഗ്നം എന്ന് പറയും. എപ്പോഴാണോ ഗർഭാധാനം സംഭവിക്കുന്നത് ആ സമയം കണക്കാക്കി ആ സമയത്തെ ലഗ്നം വെച്ചുകൊണ്ട് ജാതകം കണക്കാക്കും. ഇന്ന് അതിനുള്ള സംവിധാനം പോരാ. പണ്ട് ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാകുന്നത് തന്നെ ശരിക്ക് സമയം നോക്കിയിട്ടൊക്കെയാണ്. അതിന് നിഷേക സമയം എന്ന് പറയും, ശാന്തി മുഹൂർത്തം. ഇന്ന് അതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ജനനസമയം നമുക്ക് കൃത്യമായിട്ട് കണക്കാക്കാൻ നിവൃത്തിയില്ല. ഇനി ജനനസമയം കൃത്യമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരാളുടെ കാര്യം ചിന്തിക്കാൻ കഴിയില്ല എന്നില്ല. ചില ലക്ഷണങ്ങൾ അവരുടെ ദേഹത്ത് കാണും. ദേഹത്ത് കാണുന്ന ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ ലഗ്നം ഏതായിരിക്കും എന്ന് ചിന്തിക്കാം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.